പകുതി വിലയ്ക്ക് സ്കൂട്ടറും ഗ്രഹോപകരണങ്ങളും തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതി അനന്തകൃഷ്ണനെ ചേർത്തല കോടതിയിൽ ഹാജരാക്കി. ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിലാണ് പ്രതിയെ ചേർത്തല കോടതിയിൽ ഹാജരാക്കിയത്. 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. അന്വേഷണം തുടരുകയാണെന്ന് ക്രൈംബ്രാഞ്ച്. പകുതി വിലയ്ക്ക് സ്കൂട്ടറും ഗ്രഹോപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രധാന പ്രതി അനന്തകൃഷ്ണനെ ചേർത്തല കോടതിയിൽ ഹാജരാക്കി. കേസന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് പ്രതിയെ ചേർത്തല കോടതിയിൽ കൊണ്ടുവന്നത്. കോടതി അനന്തകൃഷ്ണനെ 2 ദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ചിന് കൈമാറിയ കേസിലാണ് കസ്റ്റഡി. ചേർത്തല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് 2ാം കോടതിയാണ് കസ്റ്റഡി അനുവദിച്ചത്. സംസ്ഥാനത്തെ മറ്റ് കേസുകൾക്കൊപ്പം ആലപ്പുഴ ജില്ലയിൽ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത 84 കേസുകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. 750 പരാതികൾ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ മാത്രം ലഭിച്ചതിനാൽ ഇത് മുഖ്യ കേസായി പരിഗണിച്ചാണ് അന്വേഷണം. പരാതിക്കാരുടെ മൊഴിയെടുക്കൽ പുരോഗമിക്കുന്നു. പണം എങ്ങോട്ട് മാറ്റി എന്നതുൾപ്പെടെ ഇനിയും കണ്ടെത്താനുണ്ട്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്ത് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യമെന്ന് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എ സുനിൽ രാജ് പറഞ്ഞു. പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലേക്കാണ് നമ്മളിപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്, ആലപ്പുഴ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച്. അപ്പോൾ പൂച്ചാക്കൽ കേസിൽ തന്നെ ഏകദേശം 750ഓളം പരാതിക്കാരുണ്ട്. അത് ഞങ്ങളുടെ മാസ്റ്റർ കേസായിട്ട് അന്വേഷിക്കുകയാണ്. കൂടാതെ എക്കണോമിക് ഒഫൻസ് വിങ്ങിൻ്റെ ഡിവൈഎസ്പി സമാനമായിട്ടുള്ള കേസുകൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. ഈ ഫണ്ടിൻ്റെ എങ്ങോട്ട് ഫണ്ട് പോയി എന്നുള്ളതിനെക്കുറിച്ചും പിന്നെ NGOസിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചൊക്കെയാണ് കൂടുതൽ അന്വേഷിക്കാനുള്ളത്. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മറ്റ് കേസുകൾക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. പക്ഷേ പൂച്ചാക്കൽ കേസാണ് നമ്മളുടെ മാസ്റ്റർ കേസ്. ഒത്തിരി പരാതിക്കാർ, ഏകദേശം 750ഓളം പരാതിക്കാർ ഇപ്പോൾ തന്നെ ഉണ്ട്. കൂടുതൽ പരാതികൾ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ കേസിലേക്ക് ആണ് എടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ടും മറ്റ് കേസുകളും കറസ്പോണ്ടിങ് രേഖകൾ ചോദിക്കുന്നുണ്ട്, മൊഴികൾ ശേഖരിക്കുന്നുണ്ട്. അതൊരു ഭാഗത്ത് മൊഴികൾ എടുക്കുന്നുണ്ട്. പരാതിക്കാർ കൂടുതൽ പേര് വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ മൊഴികളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ഈ മറ്റ് കേസുകളുടെ കാര്യത്തിൽ ഈ പുള്ളിക്ക് കസ്റ്റഡി വാങ്ങേണ്ട ആവശ്യമുണ്ടോ? അത് ഇനി അനിവാര്യമാണെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങും. നമുക്ക് കൂടുതൽ എന്തെങ്കിലും പിന്നീട് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുക, അന്വേഷണത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ തെളിവുണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതലായിട്ട് കസ്റ്റഡിയിൽ വാങ്ങും. ബിൻ മീഡിയ, ചേർത്തല.